ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ B6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ടാണ് കയറിയണേ. 30,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളായിട്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ലൈനറൊക്കെ പുതിയ ലൈനറാണ്, കമ്പനി ലൈനറൊക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് പേപ്പർ ഇട്ടൊന്ന് പിടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും നല്ല ടയറാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. റൊട്ടേഷനൊക്കെ ആയാലും കറക്റ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ ചെയിൻ ഇതുമ്പോൾ കിടക്കണ ചെയിൻ പുതിയ ചെയിനാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയിൻ ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചെയിൻ കൂട്ടത്തിൽ കൂടെ ഒന്ന് ഗ്രീസിങ് ചെയ്ത് വിടുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ആയാലും നല്ല ഫിൽറ്റർ കിടക്കണേ. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ഓയിൽ മാറ്റിയതിന് ശേഷം 1300 കിലോമീറ്ററോളം ആയിട്ടുള്ളൂ. 1300 1340 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഓയിൽ മാറേണ്ട ആവശ്യമില്ല. നമുക്ക് 3000 കിലോമീറ്റർ ഓടിക്കാം. അപ്പോൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട കിലോമീറ്റർ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അടുത്ത ഓയിൽ ചേഞ്ചിൻ്റെ എത്രയെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇട്ടേക്കാം. പിന്നെ അതേപോലെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്തു നിന്നൊക്കെ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ ചെയിൻ്റെ ഭാഗം അഴിച്ചിരുന്നത്. അല്ലാതെ വേറെ കംപ്ലയിൻ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായില്ല. അങ്ങനെ കാര്യമായിട്ടുള്ള സൗണ്ടും നമുക്ക് ഫീൽ ചെയ്തൊന്നുമില്ല. എന്നാലും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു. അതിൻ്റെ ഈ ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ചിൻ്റെ കോൺടാക്റ്റ് അടിഭാഗത്ത് ക്ലാവ് പോലെ വന്നിട്ട് ഇടയ്ക്ക് ആ ഫ്യൂൽ പമ്പിൻ്റെ ലൈൻ കട്ടായി പോവാം. അതാണ് ശരിക്കും കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കുന്ന സമയത്ത് ടയറിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കാം. കാരണം വെച്ചാൽ ഏകദേശം അതിൻ്റെ ഒരു പീരീഡ് ആയിട്ടുണ്ട് മാറ്റാനായിട്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പ്ലഗ് കിടക്കണം. എഞ്ചിൻ ഓയിൽ പറഞ്ഞ പോലെ നോക്കിയിരുന്നു, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ് കിടക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പീരീഡ് കറക്റ്റായി കാലാവധി ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി തന്നെയാണ്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.95 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് ഉപയോഗിക്കാനായിട്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കംപ്ലയിൻ്റ് ആണ് കാണിക്കണേ. പക്ഷേ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ബാറ്ററി ഇങ്ങനെ സെൽ ഡാമേജ് കാണിച്ചാലും ചില കേസിൽ വണ്ടികൾ കുറച്ച് കിട്ടും ചിലപ്പോൾ ബാറ്ററി. പക്ഷേ നമുക്കിങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സ്ഥിതിക്ക് നമുക്കത് റിപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം വരാം, സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിച്ചാൽ പിന്നെ ബാറ്ററി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ഫ്യൂൽ പമ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ ബാറ്ററി സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ തീരെ ലോ ആയുള്ള കണ്ടീഷനിലേക്ക് ഓടിക്കാതിരിക്കുക. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ ബാറ്ററി നമുക്ക് വെച്ചുകൊണ്ടിരിക്കരുത്, മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തീരെ ലോ ആയിട്ട്, കാരണം കിക്കറുള്ളതുകൊണ്ട് നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് ശ്രമിക്കും. പഴയ മോഡൽ വണ്ടികൾക്ക് അതൊരു പ്രോബ്ലം അല്ല. പക്ഷേ ലേറ്റസ്റ്റ് പുതിയ ജനറേഷൻ വണ്ടികളിൽ ഒരു കാരണവശാലും അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം ബാറ്ററി സപ്പോർട്ടിൽ മാത്രമാണ് ആ വണ്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ബാറ്ററി സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് DC കറണ്ടാണ് അതിൻ്റെ എല്ലാ സെൻസറുകളും പമ്പൊക്കെ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ബാറ്ററി സപ്പോർട്ട് കുറയണതിൻ്റെ അനുസരിച്ചിട്ട് ആ ലോഡിൽ വ്യത്യാസം വരും, വോൾട്ടിൽ വേരിയേഷനൊക്കെ വരും. അപ്പോൾ അത് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വേറെ അങ്ങനെ മേജറായിട്ടുള്ള കേസുകളൊന്നുമില്ല. സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അഡീഷണൽ നമുക്ക് വന്നത് ആ കീ സെറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു വർക്കാണ്. അതുകൂടി കൂട്ടത്തിൽ ചെയ്തു പോയേക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്ത് തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.